ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ സ്പിയറിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ സ്പിയർ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഒരിക്കൽ എന്തോ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സ്പിയർ നോർമലി അങ്ങനെ എന്താ ഒരു ഓർ ഓപ്ഷൻ ആയിട്ടാണ് വരാറ്. എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ സ്പിയർ എന്ന് പറയുന്ന ഷേപ്പ് നമ്മൾ ഓൾറെഡി വരയ്ക്കുമ്പം സർക്കിൾ ആയിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഐസോമെട്രിക് വ്യൂവിലാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ കൂടി സ്പിയർ എന്ന് പറയുന്നത് എന്തായിട്ടേ കാണിക്കാൻ പറ്റുള്ളൂ, ഒരു നമ്മളൊരു സർക്കുലർ ഷേപ്സ് ആയിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, കാണിക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനകത്ത് നോർമലി നമ്മളൊരു സർക്കിൾ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സ്പിയറിന്റെ ഷേപ്പ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സർക്കിൾ ചുമ്മാ അങ്ങ് വരയ്ക്കുകയാണ്. ഒരു സർക്കിൾ ഇതിപ്പോ നമുക്ക് സ്പിയർ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പൊ സ്പിയർ വരയ്ക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, അതിന്റെ റേഡിയസ്. ആ റേഡിയസ് എന്ന് പറഞ്ഞ സാധനം ക്വസ്റ്റ്യനിൽ തന്നേക്കും, പക്ഷെ അത് ഐസോമെട്രിക് വ്യൂവിലും ഐസോമെട്രിക് പ്രൊജക്ഷനിലും ഈ സാധനം എന്തുണ്ട്, ചേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് വേണ്ടത് എന്താണ്, സ്പിയറിന് വരയ്ക്കാൻ വേണ്ടി വേണ്ടത് ഈ റേഡിയസ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, റേഡിയസ് നിങ്ങൾ ഓൾറെഡി അറിയാം. സർക്കിൾ വരയ്ക്കാൻ വേണ്ടി എന്താണ്, ഒരു പർട്ടിക്കുലർ സെന്റർ പോയിന്റിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസിനാണ് എന്തെന്ന് പറയുന്നത്, റേഡിയസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി രണ്ടാമത് വേണ്ടത്, ഈ ഒരു ഒബ്ജക്റ്റ് ഒരു സർഫസിലായിരിക്കും ഇരിക്കുന്നത്, അല്ലെ? ഒരു സ്പിയർ അല്ലെങ്കിൽ ബോൾ എന്ന് പറയുന്ന സാധനം ഒരു ടേബിളിന്റെ മണ്ടയിൽ വരയ്ക്കുന്ന ഷേപ്പ് ആണെങ്കിൽ നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ എന്താണ്, ഒരു റെക്ടാങ്കുലർ സ്ലാബിന്റെ മണ്ടയിൽ ഒരു സ്പിയർ വെച്ചേക്കുന്നു. നിങ്ങൾ എന്താണ്, ഒരു ഇമാജിനേഷന് വേണ്ടിയാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. എന്താണ്, നമ്മളൊരു ടേബിളിന്റെ മണ്ടയിൽ ഒരു ബോൾ എടുത്ത് പ്ലേസ് ചെയ്യാണ്. അപ്പോൾ ആ ഷേപ്പാണ് വരയ്ക്കുന്നത് വിചാരിക്കുക. അപ്പം ഒന്ന് നമുക്ക് വേണ്ടത്, നമുക്ക് വരയ്ക്കാൻ വേണ്ടിയുള്ള റേഡിയസ്. രണ്ടാമത് വേണ്ടത്, ആ എവിടെയാണോ ഈ സ്പിയർ വച്ചേക്കുന്നത് ആ സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത്. അപ്പൊ ആ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡിസ്റ്റൻസ് ടു സെന്റർ എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഈ ഒരു താഴെ ഇരിക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റ്, ഈ താഴെ നമ്മുടെ ഈ സ്പിയർ എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നത് എന്താണ്, ഒരു റെക്ടാങ്കുലർ സ്ലാബിന്റെ മണ്ടയിലാണ്. ഓക്കെ, ഇതാണ് റെക്ടാങ്കുലർ സ്ലാബ് എന്ന് വിളിക്കുക. ആ റെക്ടാങ്കുലർ സ്ലാബിന്റെ മണ്ടയിലാണ്. ഈ റെക്ടാങ്കുലർ സ്ലാബിന്റെ ഞാൻ മാർക്ക് ചെയ്യുന്ന പോയിന്റ് നോക്കുക. ഈ താഴെയുള്ള സർഫസ് മുതൽ ഇതിന്റെ സെന്റർ പോയിന്റുള്ള ഈ മഞ്ഞ ലൈൻ, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിസ്റ്റൻസ് ടു സെന്റർ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തോന്ന്, ഡിസ്റ്റൻസ് ടു സെന്റർ എന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. ഇതിനെയാണ് ഡിസ്റ്റൻസ് ടു സെന്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ, ഒന്നും കൂടി പറയാണ്, രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്നെന്ന് പറയുന്നത് എന്തോന്നാണ്, അതിന്റെ റേഡിയസ്. ഓക്കെ, എന്താണോ നമുക്ക് വേണ്ട റേഡിയസ്, ആ സ്പിയറിന്റെ റേഡിയസ് വേണം. രണ്ടാമത് വേണ്ടത് എന്താണ്, ഡിസ്റ്റൻസ് ടു സെന്റർ എന്ന് പറയും. ഡിസ്റ്റൻസ് ടു സെന്റർ എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും ഐസോമെട്രിയിൽ നമ്മൾ പഠിക്കാറുള്ളത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, അതിന്റെ വ്യൂ ആണ്, അല്ലെ? നമ്മൾ വരയ്ക്കുന്ന വ്യൂ ഒന്ന് എന്ന് പറയും. പിന്നെ ഒന്നെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ വരയ്ക്കുന്ന ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. ഓക്കെ, ഞാൻ വ്യൂവും പ്രൊജക്ഷൻ എന്ന് എഴുതിയ ഊഹിച്ചോളണം. എന്താണ്, ഐസോമെട്രിക് വ്യൂവും, ഐസോ എന്നാണ് ഞാൻ ഇവിടെ എഴുതുന്നത്, ഐസോമെട്രിക് വ്യൂവും എന്താണ്, ഐസോമെട്രിക് പ്രൊജക്ഷനുമാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന് എന്താണ്, ഡിസ്റ്റൻസ് ടു സെന്റർ എന്ന് പറയും. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വേണ്ട സാധനം അതിന്റെ റേഡിയസ് ആണ്. ഈ രണ്ട് സാധനവും സ്പിയറിന്റെ കേസിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. അത് നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. നമ്മൾ സ്പിയർ വരയ്ക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എന്തുണ്ട്, ഈ രണ്ട് കേസിലും ഐസോമെട്രിക് വ്യൂവിലും ഐസോമെട്രിക് പ്രൊജക്ഷനിലും വ്യത്യാസമുണ്ട്. ഓക്കെ, മറ്റത് നമ്മൾ നോർമൽ ഫിഗേഴ്സിൽ ഇപ്പൊ ഏത് ഷേപ്പ് വരച്ചാലും അതിനകത്ത് നമ്മൾ ആദ്യം വരയ്ക്കുന്ന സാധനങ്ങൾ എന്തോന്നാണ്, ഐസോമെട്രിക് പ്രൊജക്ഷന്റെ കേസിൽ മാത്രമേ നമ്മൾ എന്തായിട്ട് മാറ്റുള്ളൂ, ഐസോമെട്രിക് സ്കെയിലിലോട്ട് കൺവേർട്ട് ചെയ്യാറുള്ളൂ. പക്ഷെ ഇവിടുത്തെ കേസിൽ രണ്ടിലും വ്യത്യാസം വരും. സ്പിയർ ആണെങ്കിൽ ഐസോമെട്രിക് വ്യൂവിലും വ്യത്യാസമുണ്ട്, ഐസോമെട്രിക് പ്രൊജക്ഷനിലും വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഐസോമെട്രിക് വ്യൂവിന്റെ കേസിലാണെങ്കിൽ, ഓക്കെ, ഐസോമെട്രിക് വ്യൂവിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് ഫ്രം സെന്റർ എടുക്കുന്നത് അതിന്റെ സ്പിയർ റേഡിയസ് ആയിരിക്കും. എന്ത് തന്നെയായിരിക്കും, സ്പിയർ റേഡിയസ്. ഈ എസ് ആർ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്പിയർ റേഡിയസ് ആണ്. എസ് ആർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നാണ്, സ്പിയറിന്റെ റേഡിയസ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എസ് ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഐസോമെട്രിക് വ്യൂവിൽ എന്തോന്നായിരിക്കും, ഡിസ്റ്റൻസ് ഫ്രം സെന്റർ എന്ന് പറയുന്നത് എസ് ആർ തന്നെയായിരിക്കും. റേഡിയസ് എന്ന് പറയുന്നത് ഈ എസ് ആറിനെ, അതായത് സ്പിയർ റേഡിയസിനെ ഇൻറ്റു 1.225 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 10 ആണെങ്കിൽ 10ന് എന്ത് ചെയ്യണം, 1.225 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 12.25 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഐസോമെട്രിക് വ്യൂവിന്റെ കേസിലുള്ള ചേഞ്ച്. ഇനി
ഐസോമെട്രിക് പ്രൊജക്ഷന്റെ കേസിൽ എടുക്കുമ്പം ഈ ഡിസ്റ്റൻസ് ടു സെന്റർ എന്ന് പറയുന്നത് ഈ എസ് ആറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എസ് ആറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 0.816. ഇനി അതിന്റെ റേഡിയസ് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കത്തില്ല, വേറെ ചേഞ്ച് ഒന്നും കാണത്തില്ല, സെയിം റേഡിയസ് തന്നെ ആയിരിക്കും, സ്പിയറിന്റെ റേഡിയസ് തന്നെ ആയിരിക്കും. അപ്പൊ എസ് ആർ എന്ന് പറയുന്നത് സ്പിയർ റേഡിയസ് ആണ്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാണ്, ഐസോമെട്രിക് വ്യൂവിന്റെ കേസിൽ നമ്മൾ എവിടെ നിന്നാണോ ആ സർക്കിൾ വരയ്ക്കുന്നത് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പിയർ റേഡിയസിന് ഈക്വൽ ആയിരിക്കും. ഇനി റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? സ്പിയർ റേഡിയസിനെ 1.225 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി ഐസോമെട്രിക് പ്രൊജക്ഷന്റെ കേസിൽ ഡിസ്റ്റൻസ് ടു സെന്റർ എന്ന് പറയുന്നത് ഈ എസ് ആറിന് 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ദെൻ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എസ് ആർ ആയിട്ട് തന്നെ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വെച്ച് ഞാൻ പറഞ്ഞുതരാം. എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോളാം. ഡ്രോ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്പിയർ of 50 mm diameter resting centrally on a top of a cube of side 30 mm. ഒരു സ്പിയർ ഉണ്ട്, ആ സ്പിയർ എവിടെയാണ് ഇരിക്കുന്നത്? ഒരു ക്യൂബിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നേക്കുന്ന കേസ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് ഡയമീറ്റർ ഈക്വൽ ടു എത്രയാണ്? 50 mm എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നേക്കുന്നത് എന്തോന്നാണ്? അതിന്റെ റേഡിയസ് എന്ന് പറയുന്ന സാധനം എത്രയാവും? 50യുടെ പകുതിയാണ്. ഓക്കെ, 50യുടെ പകുതി എന്ന് എത്ര? 25 mm ആണ്. ക്യൂബിന്റെ സൈഡ് എത്രയാണ്? 30 mm ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഡയമീറ്റർ 50 mm തന്നിട്ടുണ്ട്, ക്യൂബിന്റെ